ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വന്നതാണ്. ഇവിടെ അമ്പലത്തിൽ പൂരമായതുകൊണ്ട് സ്റ്റേ ചെയ്യാൻ വന്നതാണ് ഗൈസ്. അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് കാണിക്കാമെന്ന്. ബാഗല്ല, ഞാനിപ്പോൾ ബാഗ് ഞാൻ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ മേക്കപ്പ്, എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞ് മേക്കപ്പ് പൗച്ച് എൻ്റെ റിവ്യൂ, അതായത് വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് പൗച്ച് ചെയ്യാൻ പറഞ്ഞു എനിക്ക്, ഞാൻ എന്തെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനിന്ന് എൻ്റെ മേക്കപ്പ് പൗച്ചാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾക്ക് ആദ്യം മേക്കപ്പ് പൗച്ച് എടുക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇതിൽ കുറേ സാധനങ്ങൾ തീർന്നതും തീരാത്ത കുറേ ഉണ്ട്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ആദ്യം ഇതിൽ വെക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ മേക്കപ്പ് പൗച്ചിൽ വെക്കാത്ത സാധനങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ആദ്യം ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ജെൻറ്റിൽ ഫേസ് വാഷാണ്. ക്ലെൻസർ എന്ന് തന്നെ പറയാം. ഇത് ജാപ്പനീസ് റൈസ് വാട്ടർ അടങ്ങിയിട്ടുള്ളതാണ് ഗൈസ്. ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ഫേസ് വാഷ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. പിന്നെ ഇത് ഷാംപൂ പ്ലസ് കണ്ടീഷണറാണ്. ഇത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ. പിന്നെ വന്നിട്ട് ഇത് പിന്നെ ഇതൊന്നുമില്ല, ഇത് നെയിൽ പോളിഷ് റിമൂവറാണ്. പിന്നെ അടുത്തത് ഇതൊരു മോയ്സ്ചറൈസറാണ്, ഡെർമാഡ്യൂ. നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റും. ഡെർമാഡ്യൂവിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഗൈസ്. ഇത് നമ്മൾ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും എപ്പോഴും. നമ്മൾ ഡ്രൈ സ്കിൻസിനാണെങ്കിലും ഏത് സ്കിന്നിനാണെങ്കിലും ഇത് ഓൾ സ്കിന്നിന് പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇത് തുറക്കാം. ഇതിൻ്റെ അകത്ത് കുറേ സാധനമുണ്ട് ഗൈസ്. ഞാൻ എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് വന്നതാണ്. ഇങ്ങനെ ഉണ്ടാവലില്ല ഇത്, പക്ഷെ ഇന്നിപ്പോൾ എല്ലാം നമ്മൾ എടുത്ത് വരുന്നതുകൊണ്ട് ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. പിന്നെ എനിക്ക് ആദ്യം മേലെ തന്നെയുള്ള വാച്ചാണ് ഗൈസ്. ഇത് ന്യൂ വാച്ചാണ്. നമ്മൾ പൂരം പ്രമാണിച്ച് പുതിയ വാച്ച് വാങ്ങിയതാണ് ഗൈസ്. ന്യൂ വാച്ച്. ഇങ്ങനത്തെ ഒന്ന് എൻ്റെ അടുത്ത് ഉണ്ടേനും, അതിൻ്റെ പഴയതാണ് ഗൈസ് ഇത്. അത് പൊട്ടിപ്പോയി, പുതിയത് വാങ്ങി. പിന്നെ അടുത്തത് മുന്നിൽ തന്നെയുള്ളത് ഫോക്സ്ടെയിലിൻ്റെ ഒരു ലിപ് ബാമാണ് ഗൈസ്. ഇത് നല്ല കളറാണ്. അതുപോലെ തന്നെ നമ്മൾ ലിപ്പ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും. അതുപോലെ തന്നെ SPF 30 ആണ് ഗൈസ്. അതുപോലെ വിറ്റാമിൻ C, ഹയാലുറോണിക് ആസിഡ് എന്തല്ലോ അടങ്ങിയിട്ടുണ്ട്. പിന്നെ 2 നെയിൽ പോളിഷ് ഉണ്ട്. പിന്നെ ഇത് ഒരു കണ്ടിഷ്ടപ്പെട്ടിട്ട് വാങ്ങിയൊരു ലിപ് ബാമാണ് ഗൈസ്. അങ്ങനെ പ്രത്യേകിച്ചൊരു, ഇതെൻ്റെ അനിയത്തിൻ്റെതാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് നല്ലതാണെന്നും പറയാൻ പറ്റില്ല, ക്വാളിറ്റി ഇല്ലാത്തതാണ് ഗൈസ്. എനിക്കറിയില്ല, ഇതിൻ്റെ രസം കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ നമുക്ക് നമ്മളെ ചുണ്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും. പിന്നെ അടുത്തത് ലിപ് ഗ്ലോസ് ആണ്. ഇത് ഇൻസൈറ്റിൻ്റെ കളർ റിച്ച് ലിപ് ഗ്ലോസ് ആണ്. ഇതിന് ടിൻ്റൊന്നുമില്ല, ബട്ട് നമ്മളെ ചുണ്ടിലിടുന്നവർ ഇത് നമ്മളെ ചുണ്ടിനനുസരിച്ചുള്ള ടിൻ്റായിട്ട് മാറും. ഒരു ചെറിയ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഞാനിങ്ങനെ ഇട്ടിട്ട് വന്നതാണ്. പിന്നെ ഉള്ളത് വേറൊരു ലിപ് ബാമാണ്. ഇത് നൈക്കേൻ്റെതാണ് ലിപ് ബാം. ഇതിന് ഈ കളറാണ്, പക്ഷെ നമ്മളെ ചുണ്ടിലിടുമ്പോൾ ആ കളറൊന്നും ഉണ്ടാവില്ല. നമ്മളെ ചുണ്ടിനനുസരിച്ചുള്ള കളർ വരും. എൻ്റെ അടുത്തുള്ളതെല്ലാം അങ്ങനത്തെയാണ്, നമ്മളെ ചുണ്ടിനനുസരിച്ചുള്ള കളർ. ഇനി എല്ലാം ഒരുമിച്ച് കാണിച്ചത്. ഇനി അടുത്ത ലിപ് ബാം, ഇത് പ്ലമ്മിൻ്റെ ലിപ് ബാം. ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ കാണിച്ച ഇൻസൈറ്റിന് ഇതിന് നല്ല റേറ്റ് ഉണ്ട്, മറ്റേ ഇതിന് അത്ര വലിയ റേറ്റില്ല. ഇത് ഫോക്സലൈറ്റിൻ്റെ ഒരു ഫോക്സ്റ്റൈലിൻ്റെ ഒരു ക്ലെൻസർ, അങ്ങനെ ക്ലെൻസറാണ്. ഞാൻ ഇതൊന്നും അങ്ങനെ വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ, ഞാനങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല. പിന്നെ ഇതൊരു സോപ്പാണ് ഗൈസ്. പപ്പായ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്, ബട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ക്ലെൻസർ എല്ലാം ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഒരു ഐലൈനർ ഉണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ വാരിയിട്ടത് കേട്ടോ, ഞാനിങ്ങനെ വരുന്നതുകൊണ്ട്. അടുത്തത് മിനി സിറാണ്. ഞാനിങ്ങനെ ടെസ്റ്റർ ആദ്യം ഇങ്ങനെ വാങ്ങി വെക്കുകയും പിന്നെ വലുത് വാങ്ങി. ഒരു വലുതുണ്ട്, ബട്ട് അത് തീർന്നു പോയി ടെസ്റ്റർ. പിന്നെ ഇതൊരു ക്ലിപ്പ്, വേറൊരു ക്ലിപ്പ്. നമുക്ക് മുടി ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല അന്നേരം, പക്ഷെ ഇപ്പം ഞാൻ ഇടുന്നില്ല. പിന്നെ ഇതാ തീർന്നു പോയി. പിന്നെ എന്നെ പണ്ട് മുതലേ എൻ്റെ അമ്മ ഇങ്ങനെ
എന്തെല്ലോ നല്ല എണ്ണയിലെല്ലാം ഇട്ടിട്ട് കുളിപ്പിക്കാനെല്ലാം അമ്മ ഇങ്ങനെ പറയാറുണ്ട്. ആ എണ്ണയാണ് ഗൈസ് ഇത്. ഞാൻ ഇപ്പോഴും ജനിച്ചത് മുതൽ ഇപ്പോൾ വരെ ഞാൻ ഈ എണ്ണയാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. ഇത് ജോൺസ് ബേബി ഓയിൽ. ഞാൻ ഇപ്പോഴും ഒരു ബേബി ആയതുകൊണ്ട് എൻ്റെ അമ്മ എനിക്ക് ഇപ്പോഴും ഇതിട്ടിട്ട് അമ്മ കുളിപ്പിക്കലില്ല, പക്ഷേ ഞാൻ ഇതിട്ടിട്ടാണ് കുളിക്കാറ്. വേണമെങ്കിൽ എന്നെ എൻ്റെ അമ്മ കുളിപ്പിക്കും. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എൻ്റെ സ്കിന്നെല്ലാം ഇത്ര നന്നായിരിക്കുന്നത്. അല്ലാണ്ട് ഞാനങ്ങനെ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല. അടുത്തത് വേറൊരു അത് തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ക്ലെൻസർ. എവിടെ പോയി അതെല്ലാം കൊണ്ടുപോയി ഗൈസ്. നേരത്തെ ബ്ലൂ കളർ കാണിച്ചതിൻ്റെ വേറെ അടുത്തത് ഇതിൻ്റെ വേറെയാണ് ഗൈസ്. ഇത് ചെറുത്. നമ്മൾ ചെറുത് വാങ്ങിയിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ട് കാണുമ്പോൾ നമ്മൾ വലുത് വാങ്ങാൻ പാടില്ല. നമ്മൾ വെറുതെ പൈസ വെക്കൂല. പിന്നെ ഇത് ലാക്ടോ കാലമൈൻ്റെ കരയെല്ലാം പോകുന്നൊരു സാധനമാണ്. ബട്ട് എനിക്ക് അങ്ങനെ ഇത് എന്തിനു വാങ്ങിയ എനിക്കറിയില്ല. അമ്മേൻ്റെ തങ്ങാനാന്ന് തോന്നുന്നു. ഞാൻ വാരി ഇടുമ്പോൾ വന്നായിരിക്കും. ബട്ട് എനിക്കിതിൻ്റെ യൂസ് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന 2 ഉണ്ട്. ബട്ട് ഞാനങ്ങനെ റിമൂവ് ചെയ്ത് എനിക്ക് എന്തോ ഒരു വടിച്ച് വെച്ച പോലെ ഉണ്ട്. കാണുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നല്ല മെഷീൻ തടി എന്നിട്ട് ഞാൻ റിമൂവ് ഒന്നും ചെയ്യില്ല. പിന്നെ പൊട്ടുണ്ട് ഗൈസ്, പൊട്ട്. പിന്നെ കൺസീലർ. ഇത് എൻ്റെ കളർ അല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യില്ല. കൺസീലറൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല. ഇതെല്ലാം ഒരു ഷോന് ഇങ്ങനെ എനിക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാൻ തോന്നുന്നുണ്ട് വാങ്ങുന്നതാണ് ഗൈസ്. ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ലിപ് ലൈനറാണ്. ലിപ് ലൈനർ എൻ്റെ അടുത്ത് 2 ഉണ്ട്, 3 ഉണ്ട്. ഒന്ന് ഏകദേശം തീരാനായി. ഇതിപ്പോൾ 2 മാസിൻ്റെ ഒന്ന്, പിന്നെ വേറെ ഇത് മറ്റേ കയ്യിലിടുന്ന നമ്മൾ കയ്യിലിടുന്ന സാധനം. പിന്നെ വേറൊരു ഐലൈനർ. പിന്നെ ഇത് ബ്ലഷാണ് ഗൈസ്. ഇത് നല്ലതാണ്, കാരണം നമുക്ക് നാച്ചുറൽ ഒരു ലുക്ക് തരും. ഇത് ഇങ്ങനത്തെ ഇതാണ് തരിക, നമ്മൾ ലിപ്സ്റ്റിക്ക് പോലെ. എന്നിട്ട് നമുക്കിങ്ങനെ ഇടുമ്പം അത് നാച്ചുറൽ ലുക്കാണ് തരിക ഈ ഒരു ബ്ലഷ്. ഇതെല്ലാം ഞാൻ എപ്പോഴാണ് യൂസ് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഹെയർ പിന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ അനിയൻ്റെതാണ്. അതിന് വേണ്ടി ഓനിപ്പോൾ ഇതിലേക്ക് എറിഞ്ഞതുകൊണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഓൻ്റെ കൈ ആകെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത്ര വലുതാണ് ഓൻ യൂസ് ചെയ്യുന്നത്. സെറ്റല്ലേ. അടുത്തത് ഗൈസ് ലൈം റോഡിൻ്റെ. ഇത് അൺലിമിറ്റഡ് എന്ന് വാങ്ങിയതാണ്. അൺലിമിറ്റഡ് എന്ന് വാങ്ങുന്ന നല്ല ലൈം റോഡ് എന്നുണ്ടോ. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് സൂഗ ബ്രൗൺ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. എന്നെ കാണുന്നു, പക്ഷേ ഞാനങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടയില്ല. ഞാൻ വെറും ലിപ് ബാമാണ് ഇടയില്ല. പക്ഷേ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഗൈസ് ഇടാറ്. എന്നാൽ ഫെൻറ്റാസ്റ്റിക് ആണ്. പിന്നെ ഫെൻറ്റാബുലസ്. പിന്നെ ഗൈസ് റോസ് വാട്ടർ. ഇത് വളരെ നല്ലതാണ്. നമ്മളെ മുഖമെല്ലാം ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നതിന് പകരം ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇത് മറ്റേ ഫേഷ്യൽ ഹെയർ. പിന്നെ വാസ്ലിൻ ഉണ്ട് ഗൈസ്. വാസ്ലിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചതിന് ശേഷം ഇത്ര കാലം വരെ എൻ്റെ മുഖത്തൊരു കുരുവില്ല. ഒരു കുരു എന്ന് പറയുന്ന സാധനം എൻ്റെ മുഖത്തിൽ ഒരു കല പോലും ഇല്ലേനും. അപ്പം ഞാനിങ്ങനെ മുഖം ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് അന്നേരം നമ്മളടുത്ത് ഒരു പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വാസ്ലിൻ തേച്ചാണ് ഗൈസ് എൻ്റെ മുഖത്ത് ഇങ്ങനെ കുരു വന്നത്. അതുകൊണ്ട് ഞാനൊരു അഡ്വൈസ് തരാം, നിങ്ങൾ ഒരിക്കലും വാസ്ലിൻ യൂസ് ചെയ്യരുത് മുഖത്ത്. ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് മുഖത്ത് ഒരിക്കലും വാസ്ലിൻ യൂസ് ചെയ്യാം ഗൈസ്. പിന്നെ ഇത് വേറെ ഐലൈനർ. എൻ്റെ അടുത്ത് ടോട്ടൽ 3 ഐലൈനർ ഉണ്ട്, ബട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്യൽ ഇതാണ്. ഇതാകുമ്പോൾ വേഗം പെരങ്ങിപ്പോവും. ഇത് ഇങ്ങനെ വാട്ടർ പ്രൂഫാണ്. എന്നെ ഗൈഡ് ചെയ്യാൻ ഇവിടെ 4 ഭാഗത്തും ആളുണ്ട് ഗൈസ്. കാരണം എൻ്റെ വായിൽ നിന്ന് എന്തെല്ലാം വീഴുവാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ 4 ഭാഗത്തും ആളാണ്. ഒന്നാമത് നമ്മളിവിടെ എല്ലാവരും ഉണ്ട് ഇന്ന്, കാരണം ഇങ്ങനെ എല്ലാവരും സ്റ്റേ ചെയ്യാൻ വന്നുകൊണ്ട്. പിന്നെ ഇത് ഗൈസ് മറ്റേ നമ്മളെ കയ്യിലിടുന്ന ഇതാണ്. വാച്ചിൻ്റെ ഒപ്പരെല്ലാം പെയർ ചെയ്യാൻ പറ്റിയ ഒരു വള. അതായത് എൻ്റെ ഈ പുതിയ വാച്ചിൻ്റെ ഒപ്പം നല്ലോണം പെയർ ചെയ്യാൻ പറ്റിയ ഒരു വളയാണ് ഗൈസ്. പിന്നെ അടുത്തത് ഒരു കാതിരയാണ് ഗൈസ്. ഇത് ഞാൻ അങ്ങനെ ഇടല്ലേ. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഞാനിങ്ങനെ അത് നമ്മളൊരു സെറ്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. ബട്ട് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ വേറൊരു കാതിരയുണ്ട് ഗൈസ്. അത് സെറ്റാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ എപ്പോഴും അത് തന്നെയാണ് ഇടല്. പിന്നെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് വൈറ്റ് ടോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ഇത് എൻ്റെ അല്ല, ഇതെൻ്റെ അമ്മേൻ്റെതാണ്. ഞാനതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് റിമൂവറാണ് ഗൈസ്. അങ്ങനെ തീരാൻ പോകുന്നതാണ് ഗൈസ്. നമ്മളെ സാധനങ്ങളെല്ലാം ഏകദേശം എല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഇത് ക്ലിപ്പ്, മുടിക്കുടുക്ക്. പിന്നെ
ഇത് വാക്കത്തിയാണ് ഗൈസ്, ആരെങ്കിലും കൊല്ലാൻ. അവസാനം മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കൊല്ലാം, ഒരു നിവർത്തിയില്ലെങ്കിൽ. അതിന് വേണ്ടി എടുത്തു വെച്ചതാണ് ഗൈസ്. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഓരോന്നായിട്ട് എടുത്തു വെച്ചിട്ട് ബാക്കി പറയാം. എല്ലാം ഇല്ല തന്നെ എടുത്തു വെക്കണം, കാരണം പിന്നെ എല്ലാം ഇനി എടുത്തു വെക്കണം. ഞാൻ എടുത്തു വെച്ചു നമുക്ക് കാണാണ്ടായി പോകുന്നതിനാണ് ഞാൻ എല്ലാം ഇതിലിട്ടിട്ട് വന്നത്. അല്ലാണ്ട് ആദ്യമാണ് ഞാനിങ്ങനെ ഓരോ അമ്മേൻ്റെ ബാഗിലെല്ലാം ഇട്ടിട്ടുണ്ട്. അന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇവിടെ എത്തിയാലും ഓരോ ഇതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനെല്ലാം ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാനെല്ലാം ഞാനിപ്പോൾ എല്ലാം അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ ഇപ്പം ചെയ്യൽ എല്ലാം. പിന്നെ ഗൈസ് കാണിക്കാൻ മറന്നുപോയി, ഇത് ഞാൻ വേറെ വെച്ചുകൊണ്ട് ഇത് ഞാനിപ്പോൾ പുതിയ വാങ്ങിയത്, ഫിലിപ്സിൻ്റെ പുതിയ വാങ്ങിയതാണ്. ഇതിൻ്റെ പേരും ഹെയർ ഡ്രയറും ഉണ്ട് അപ്പുറത്തുള്ള. ബട്ട് ഇത് ഇതിന് കുറേ മോഡുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ വാങ്ങിയെന്നേ ഉള്ളൂ, എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. യൂസ് ചെയ്യണമെങ്കിൽ ഏച്ചിൻ്റെ സഹായം വേണം ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങ് എടുത്തത്, കാരണം എനിക്ക് ഇവിടുന്ന് പഠിച്ചു പോയാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ മുടി അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ബട്ട് എന്നാലും നമുക്ക് ഇതിനെ കൊണ്ട് സ്ട്രെയിറ്റും ചെയ്യാൻ പറ്റും, കേളും ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു സ്ട്രെയിറ്റ്നറും കൂടിയുണ്ട്. അപ്പോൾ ഗൈസ് എന്തെന്നാ ഹെയർ ഡ്രയർ എടുക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. അത് പീപ്പക്കുറ്റി പോലത്തെ ഒരു സാധനമാണ്, അതിപ്പോൾ വരും. ഇതാണ് ഗൈസ്, ഇതിലെൻ്റെ തലയിട്ടിട്ട് മൊത്തത്തിൽ ഉണക്കാൻ പറ്റും. ഇതാണ് ഹെയർ ഡ്രയർ. ഇന്ന് ഭയങ്കര സൗണ്ട് ഇല്ല, പക്ഷെ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഭയങ്കര ഒച്ചയായിരിക്കും. ഇനി തീരെ സൗണ്ട് ഇല്ല ഗൈസ്. ഇതിൻ്റെ ഓൺ ബട്ടൺ ഇതാണ്, വേഗം ഉണങ്ങും. അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ വെച്ചിട്ട് നമ്മളെ മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. മറ്റേ ഇത് ഇങ്ങനെ ചെയ്യുന്ന ഇത് പക്ഷെ ഒരാൾ പിടിച്ചാൽ വരും എനിക്ക്, കാരണം എനിക്കിത് പൊന്തുന്നില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇത് കാണിച്ചല്ലേ? കാണിച്ചത്. അപ്പോൾ ഗൈസ് കുറേ സാധനം പുറത്തുണ്ട്, ഇതിൽ കൊള്ളുന്നില്ല. ആടുന്ന് ഇടുമ്പോൾ എല്ലാം ഇതിൽ കൊണ്ടിന്, ഇപ്പോൾ ഒന്നും കൊള്ളുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചു ഇപ്പോൾ എന്താ വീഡിയോസ് ഒന്നും ഇടാത്ത, എക്സാമിൻ്റെ തിരക്ക് ഫുൾ പഠിപ്പായതുകൊണ്ടാണ് ഗൈസ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ഇപ്പോൾ ഫുൾ എക്സാംസ് എല്ലാം കഴിഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ചു, പിന്നെ ഇങ്ങനെ കുറേ പറഞ്ഞ്, അന്നേരം ഞാൻ എന്തായാലും ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്ളോഗെല്ലാം ഇടും ഗൈസ്, കാരണം എക്സാംസ് എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മളെല്ലാ കസിൻസ് കൂടെ എല്ലാവരും ഞാൻ ഓരോ കണ്ടൻറ്റ്സ് എല്ലാം നോക്കുന്നുണ്ട് ഗൈസ് വീഡിയോസ് ഇടാൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ബൈ.